സ്വയം ഒരു മേൽവിലാസം സൃഷ്ടിച്ച അഭിമന്യരായ നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ബഹുവന്യരായ ജബ്ബാർ സഖാഫി പാത്തൂർ ഉസ്താദ് അവരുകൾ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി സ്നേഹ ആദരവോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നേതാക്കളെ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് പരിപാടിയോടനുബന്ധിച്ചുള്ള വഅദ് പരിപാടിയുടെ 5ാമത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നമ്മുടെ പൂർവികരായ
ആളുകളൊക്കെ വലിയ നിലയ്ക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ ശൈഖുന വ മുർഷിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സല്ലഹുൽ അസീസ് മഹാനവറുകളുടെ ഒരുപാട് വർഷത്തെ നേതൃത്വം ഉണ്ടായിരുന്ന, ഇന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മഹാനായ സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങൾ കൂറത്തങ്ങൾ അവറുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ മഹത്തായ മഹല്ല് ഒരുപാട് കറാമത്തുകളെ കൊണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഓരോ ദിവസങ്ങളിലും ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിനെത്തുകയും നേർച്ചകൾ നൽകുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഈ പരിഹാരം നേടുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഈ മഖാം ഷരീഫ് എന്നുള്ളത്. അല്ലാഹു ഈ മഹാന്മാരുടെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. വിശുദ്ധ റജബ് നമ്മിൽ നിന്ന് കഴിഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച ശഅബാൻ 15-ാമത്തെ രാവ്, തിങ്കളാഴ്ച 15-ന്റെ പകൽ ബറാഅത്ത്. ആ ബറാഅത്ത് രാവ് വലിയ ബറക്കത്തുള്ള രാവ് നമുക്ക് വരാനിരിക്കുകയാണ്. സയ്യിദു ശുഹൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ റമദാൻ മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റമദാൻ നമ്മുടെ അടുത്ത് വന്നു നിൽക്കുന്നു. മനുഷ്യന്റെ ഹൃദയം ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മനസ്സുകൾ തിരിച്ച് മടങ്ങാനുള്ള ഏറ്റവും നല്ല സമയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളിങ്ങോട്ട് സിയാറത്തിനും വഅലിനും വരുമ്പോൾ നാം വാഹനങ്ങളിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നാം സഞ്ചരിക്കുന്ന വാഹനം, ആ വാഹനം നമ്മൾ പുതുതായി വാങ്ങിയതിന് ശേഷം ഒരുപാട് പ്രാവശ്യം ആ വാഹനത്തെ ഷോറൂമിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗാരേജിൽ കൊണ്ടുപോയി അതിനെ സർവീസ് നടത്തി ഇടയ്ക്കിടെ നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഏത് വാഹനമായാലും ആ വാഹനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് നടത്താറുണ്ട്. എന്തിനാണ് നമ്മൾ ഈ വാഹനത്തെ സർവീസ് നടത്തുന്നത്? ആ സർവീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വാഹനത്തിൽ ധൈര്യത്തോടെ അല്ലെങ്കിൽ കൂടുതൽ കാലം ആ വാഹനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വാഹനത്തിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് വാഹനത്തെ ഒന്ന് റീകണ്ടീഷൻ ചെയ്യേണ്ടതുണ്ട്. അതാ വാഹനം ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ ഗുണത്തിന് വേണ്ടി ആവശ്യമാണ്. മനുഷ്യൻ ഇതുപോലെ തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ ധാരാളം നല്ലതും ചീത്തയും അവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും കണ്ണുകൊണ്ട് നല്ലതും കാണുന്നു, ചീത്തയും കാണുന്നു. കാതുകൊണ്ട് നല്ലതും കേൾക്കുന്നു, ചീത്തയും കേൾക്കുന്നു. ഖൽബ് കൊണ്ട് നല്ലത് ചിന്തിക്കുന്നു, മോശമായതും ചിലപ്പോൾ ചിന്തിക്കുന്നു. കൈകൊണ്ട് നല്ലതും ചെയ്യുന്നു, ചീത്തയും ചെയ്യുന്നു. കാലുകൊണ്ട് നല്ലതിലേക്ക് നടക്കുന്നു, ചിലപ്പോൾ ചീത്തയിലേക്കും നടന്നു പോകുന്നു.
മനുഷ്യന്റെ ശരീരം ഈ നിലക്ക് അവന്റെ അവയവങ്ങൾ നല്ലതിലും ചീത്തയിലും അകപ്പെട്ടു പോകുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തെ, അവന്റെ ആത്മാവിനെ, അവന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. റമദാനാകുമ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മളൊന്ന് ശുദ്ധീകരിക്കുന്നു. പകൽ സമയത്ത് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി സമയത്ത് നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സ്വതക്കകളും മറ്റു ധാരാളം സൽക്കർമ്മങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുന്നു. തെറ്റുകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് നാം നമ്മുടെ ഖൽബിനെ, ശരീരത്തെ മാറ്റി നിർത്തി, ഹറാമുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മാറ്റി നിർത്തി നല്ലതിന് വേണ്ടി മാത്രം നമ്മുടെ ഖൽബിനെയും ശരീരങ്ങളെയും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഒരു റീകണ്ടീഷൻ, ഒരു റീഫ്രഷ് നമ്മൾ ചെയ്യുകയാണ്. അതിനേറ്റവും ഉപയുക്തമായ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് അമലുകൾ ചെയ്താലും ആ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക്, സൃഷ്ടാവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ച് നമ്മൾ ദുആ ചെയ്യണം. സൃഷ്ടികളായ നമ്മൾ നമ്മുടെ സൃഷ്ടാവുമായി നാം ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ബന്ധപ്പെടേണ്ടത് ആരോടാണ്? ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹുവിനോടാണ്. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും, ഓരോ സെക്കൻഡുകളിലും, ഓരോ ശ്വാസങ്ങളിലും നമുക്കുണ്ടാകേണ്ട ചിന്ത ആ ചിന്തയാണ് നമ്മുടെ ഉറക്കിലും ഉണർവിലും പ്രവർത്തനത്തിലും നമുക്കുണ്ടാകേണ്ടത്. സൃഷ്ടാവായ രാജാവായ അല്ലാഹു സുബ്ഹാനഹു തആല, ആ റബ്ബുമായുള്ള ബന്ധം, സൃഷ്ടാവുമായുള്ള ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏത് സമയത്തും ഉണ്ടാകേണ്ടത് അല്ലാഹ് എന്നുള്ള ബന്ധമാണ്. കാരണം ഓരോ നിമിഷങ്ങളിലും, ഓരോ സെക്കൻഡുകളിലും, ഓരോ ദിവസങ്ങളിലും നമുക്ക് ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്. സൗഖ്യം തന്നവൻ അവനാണ്. അനുഗ്രഹങ്ങൾ തന്നവൻ അവനാണ്, അല്ലാഹുവാണ്. ഞാൻ ഈ നിൽക്കുന്നത് അല്ലാഹു കഴിവ് തന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലാഹു കഴിവ് തന്നതുകൊണ്ടാണ്. ഞാൻ സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളെ കാതിന് കേൾക്കാനുള്ള ശക്തി അല്ലാഹു തന്നതുകൊണ്ടാണ്. നിങ്ങൾ താഴെ ഇരുന്ന് ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ എന്നെയും ഇവിടെയുള്ളവരെയും കാണുന്നത് ആ സൃഷ്ടാവായ റബ്ബ് നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് തന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഓരോ സെക്കൻഡുകളിലും നാം ഓക്സിജൻ എടുക്കുന്നുണ്ട്. ആ കാറ്റ് നമ്മൾ ശ്വസിക്കുന്നത്, വായു നമ്മൾ ശ്വസിക്കുന്നത് സൃഷ്ടാവായ രാജാവായ റബ്ബ് സുബ്ഹാനഹു തആല അതിനുള്ള കഴിവ് തന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയം ഇപ്പോഴും ആ ഹൃദയത്തിന്റെ മിടിപ്പ് അതിങ്ങനെ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡുകളിലും ആ ഹാർട്ട് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബ് കഴിവ് തന്നതുകൊണ്ടാണ്.
ഒരു 2 സെക്കൻഡ് ഹാർട്ടിന്റെ ചലനം നിന്നുപോയാൽ പിന്നെ മനുഷ്യന്റെ കഥ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും സൃഷ്ടാവായ രാജാവായ അല്ലാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാൻ, സൃഷ്ടാവായ റബ്ബിനെ അറിയാൻ നിങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, അല്ലാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും, പടച്ചവനെ നിങ്ങൾക്കറിയാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ബോധം നമുക്ക് വേണം, ആ ഓർമ്മ വേണം. എനിക്ക് ഓരോ സെക്കൻഡുകളിലും ഓരോ നിമിഷങ്ങളിലും ശക്തി തരുന്നവൻ, കഴിവ് തരുന്നവൻ, എനിക്ക് ശേഷി തരുന്നവൻ അവൻ അല്ലാഹുവാണ്, ആ റബ്ബാണെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. ആ അല്ലാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകൾ, അവൻ ചെയ്ത നിഅമത്തുകൾ ചെറുതല്ല, ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ എണ്ണി കണക്കാക്കാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ, റബ്ബിലേക്ക് മടങ്ങാൻ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് വിശുദ്ധ ശഅബാനും റമദാനും നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് എത്ര ആയുസ്സുണ്ട്, എത്ര കാലമായി നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നു, എത്ര റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി, എത്ര ശഅബാനുകൾ കഴിഞ്ഞുപോയി. ഞാൻ നാളെ നന്നാകുമെന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടു പോവുകയാണോ? വിശുദ്ധ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള അവസരമായി ഈ വരുന്ന റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബിലേക്ക് മനസ്സു തിരിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു പറയുന്നു, ഉദ്ഉനി യസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ എന്നോട് ചോദിച്ചോളൂ, എന്നോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. ഓ മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. എല്ലാം പറയാൻ പറ്റിയ, എല്ലാം സമർപ്പിക്കാൻ പറ്റിയത് ആ റബ്ബിന്റെ മുന്നിലല്ലേ? അവനെ പോലെ കൊടുക്കുന്നവനില്ലല്ലോ, അവനെ പോലെ അറിയുന്നവനില്ലല്ലോ, അവനെ പോലെ ഇവിടെ വിതരണം ചെയ്യുന്നവനില്ലല്ലോ. അല്ലാഹു കൊടുക്കും പോലെ മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഒരു കാര്യം നമ്മൾ സമർപ്പിച്ചാൽ അത് വെറുതെയാവൂല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സുകൾ തുറന്നു വെച്ചോ. ദുആ നമ്മുടെ ആയുധമാണ്, നമ്മുടെ രക്ഷക്കുള്ള ഒരു കവചമാണ്, നമ്മുടെ രക്ഷക്കുള്ള ഒരു മാർഗമാണ് ദുആ. ആ ദുആഇനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദുആ നമ്മുടെ ആയുധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ നബിയേ തങ്ങൾ പറയൂ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ കൂട്ടാക്കുകയില്ല. നമ്മുടെ ദുആ, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, ആ ദുആ അത് അല്ലാഹു തആല അതിന് വലിയ പരിഗണന നൽകുന്നുണ്ട്. അല്ലാഹു പറയുന്നു, നിങ്ങൾ ദുആ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹു കൂട്ടാക്കുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം.
നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഖുർആൻ പറയുകയാണ്, എന്നോട് ദ്വാരക്കാൻ മടിക്കുന്നവർ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മടിക്കുന്നവർ, അവർക്ക് നരകമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് ദ്വാരുന്നോളൂ, എന്നോട് ചോദിച്ചോളൂ എന്ന് അല്ലാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരടിമ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരടിമ അല്ലാഹുവിലേക്ക് രണ്ട് കൈകളും ഉയർത്തിയിട്ട് പടച്ചവനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവേ എന്റെ കാര്യം നീ ഒന്ന് റാഹത്താക്കി തരണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അല്ലാഹുവിലേക്ക് ഒരാള് മനസ്സ് തിരിച്ച് ഖൽബ് തിരിച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ട് ഒരടിമ ദുആ ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്തരം ചെയ്യാതെ ആ അടിമയുടെ കൈ മടക്കുന്നത്, തിരിച്ചയക്കുന്നത് അല്ലാഹു നാണിക്കുകയാണ്. കാരണം അല്ലാഹുവിനെ പറ്റിയ പണിയല്ല അത്. ഇന്നല്ലാഹു കരീമുൻ, അല്ലാഹു മാന്യനാണ്, അല്ലാഹു മാന്യനാണ്. അവൻ എന്നോട് ദ്വാരുന്നോളൂ, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു തആല വാക്ക് പാലിക്കുന്നവനാണ്. ഒരടിമ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അവനിക്ക് ഉത്തരം ചെയ്യാതെ ആ കൈ മടക്കിക്കളയുന്നത് അല്ലാഹു തആല നാണിക്കുന്നു. അത് അല്ലാഹുവിനെ പറ്റിയ പണിയല്ല. അതുകൊണ്ട് ഏതൊരടിമയും അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അവന്റെ ദുആക്ക് ഉത്തരം ചെയ്യാതിരിക്കില്ല. ആ റബ്ബല്ലാതെ പിന്നാരാണ് നമുക്ക് ഉത്തരം ചെയ്യാനുള്ളത്? അല്ലാഹു അല്ലാതെ നമ്മുടെ ദുആക്ക് സ്വീകരിക്കാൻ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചങ്ങ് ദുആ ചെയ്യുക. പക്ഷെ നമ്മളിൽ അധികം ആളുകളും ദുആ ചെയ്യാൻ മടിക്കുന്നവരാണ്. നമ്മൾ ദുആ ചെയ്യാൻ മടിക്കുന്നവരാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നമ്മൾ ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ചിലപ്പോൾ പള്ളിയിൽ നമ്മൾ നിസ്കരിച്ച് ഇമാം ജമാഅത്തായി നിസ്കരിച്ച് ഉസ്താദ് ഇമാം ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. എവിടെങ്കിലും മഖാമുകളിൽ ഉസ്താദുമാര് തങ്ങന്മാര് സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ ആമീൻ ചൊല്ലിയിട്ടുണ്ടാവും. ഏതെങ്കിലും സദസ്സിൽ ഉസ്താദുമാര് ദ്വാരക്കുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതിനപ്പുറം ഏകനായ അല്ലാഹുവിനോട്, നമുക്കെല്ലാം തരുന്ന റബ്ബിനോട് ഒറ്റക്കിരുന്നുകൊണ്ട് ഒരു ബന്ധം, ഒരു ദുആ നമ്മൾ എത്ര പേർ ദുആ ചെയ്യുന്നുണ്ട്? ആ അല്ലാഹുവിനോട് നമ്മൾ ദ്വാരുന്നെങ്കിൽ പിന്നെ ആരോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? നമ്മുടെ കാര്യം പറയാനുള്ളവരാരാണ്? ഇവിടെ ആ റബ്ബിനോടല്ലേ എല്ലാം സമർപ്പിക്കേണ്ടത്. ആ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒറ്റയ്ക്ക് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? നമ്മൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഓരോ നിമിഷങ്ങളിലും അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആല, കണ്ണ് ചിമ്മി തുറക്കാൻ കഴിവ് തരുന്നവൻ അല്ലാഹുവാണ്. കൈ അനക്കാൻ കഴിവ് തരുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിന്റെ അനുഗ്രഹം ഓരോ സെക്കൻഡുകളിലും ആസ്വദിക്കുന്ന നമ്മൾ ആ റബ്ബിനോട് ഒന്ന് നമ്മുടെ സങ്കടം പറയാൻ, ദുആ ചെയ്യാൻ
മടിക്കുന്നവനാരോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അഅ്ജസൻ നാസി മൻ അജസ ഫിദ്ദുആ وأبخل الناس من بخل بالسلام. ജനങ്ങളെ കൂട്ടത്തിൽ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അശക്തൻ, ഒന്നിനും കൊള്ളാത്തവൻ ആരാണ്? മൻ അജസ ഫിദ്ദുആ, ദുആഇന്റെ വിഷയത്തിൽ അശക്തനായ ആളാണ്. അല്ലാഹുവിനോട് ദ്വാരക്കാൻ മടി കാണിക്കുന്നവൻ, പടച്ചവനോട് ദ്വാരക്കാത്തവൻ, അള്ളാഹുവിനോട് ഒറ്റക്കിരുന്നു കൊണ്ട് ദുആ ചെയ്യാത്തവൻ ആരാണോ അവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബലഹീനനാണ്, അശക്തനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. അതുകൊണ്ട് ഞാനും റബ്ബും തമ്മിലുള്ള ഒരു ബന്ധം, ആ ഏകനായ അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ, ആ ഒരു പ്രാർത്ഥന, ആ ഒരു ദുആ നമുക്ക് വേണം. എല്ലാ ദിവസവും അള്ളാഹുവിനോട് മനസ്സ് തിരിച്ചുകൊണ്ടുള്ള നമ്മുടെ ദുആ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ ദുഃഖങ്ങൾ പറയാൻ, നമ്മുടെ സന്തോഷങ്ങൾ പറയാൻ, അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് പറയാൻ, നമ്മുടെ ബേജാറുകളും വിഷമങ്ങളൊക്കെ റബ്ബിനോട് തുറന്ന് പറയാൻ, ഖൽബ് തുറന്നു പറയാൻ, ആ അള്ളാഹുവിനോടുള്ള ഒരു ദുആക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദുആ കൊണ്ട് അശക്തനായവൻ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അശക്തനാണ്. പരസ്പരം കണ്ടാൽ സലാം പറയാത്തവൻ അവൻ ഏറ്റവും വലിയ പിശുക്കനാണ്. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ, കുര എന്ന് പറയും, പിശുക്കൻ ആരാണ്? അവൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയാത്തവനാണ്. ഒരു മുസ്ലിമത്തായ പെണ്ണ് മറ്റൊരു മുസ്ലിമത്തായ പെണ്ണിനെ കാണുമ്പോ സലാം പറയാത്തവളാണ്. സലാം പറയാൻ മടിക്കുന്നവർ അവർ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഖീലാണ്, ഏറ്റവും വലിയ ബഖീലായ ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അശക്തൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ്, സമയങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. വിശുദ്ധമായ ഈ വരാൻ പോകുന്ന ശഅബാനിന്റെ 15ാമത്തെ രാത്രി വലിയ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ പാതിരാത്രി പരിശുദ്ധമായ മദീനത്തിൽ ജന്നത്തുൽ ബഖയിൽ പോയി ദുആ ചെയ്യുന്നത് ഹദീസുകളിൽ കാണാം. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അപ്പോൾ ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ നോക്കി, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, മൻ അൻസല ഹമ്മഹു ബിന്നാസി സാദ വമൻ അൻസല ഹമ്മഹു ബില്ലാഹി സാല. ഒരാള് ജനങ്ങളോട് നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മുടെ ദുഃഖം കൂടിക്കൂടി പോകും. ഉദാഹരണത്തിന്, നമുക്ക് കടമായി നമ്മൾ വലിയ പ്രയാസത്തിലാണ്, വീട് പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ മകളെ കെട്ടിക്കാനുണ്ട്, കയ്യിൽ പൈസ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ നാട്ടിൽ ഒരു വലിയൊരു ആചാരുണ്ട്, ആ ആചാരടുത്ത് പോയാൽ എന്റെ സങ്കടം പറഞ്ഞാൽ അത് നീങ്ങിക്കിട്ടുമെന്ന് കരുതി ആ ആചാരടുത്തേക്ക് നമ്മൾ പോയി. അങ്ങനെ അയാളെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇരുന്നു. എന്താ വിഷയം? നമ്മൾ വിഷയം പറഞ്ഞു, ഇന്ന പോലെ എന്റെ മകളെ കല്യാണമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ആചാര് അവിടുന്ന് പറയാൻ തുടങ്ങി, ആചാര സങ്കടങ്ങൾ കുറെ പറയാൻ തുടങ്ങി. എന്റെ കച്ചവടം അങ്ങനെയായി, അടക്കൊക്കെ വിലയില്ല, പിന്നെ അതങ്ങനെയായി, വാഹനം ഇവിടെ പോയി, അങ്ങനെ വലിയ എന്റെ മക്കൾക്കിപ്പോ ജോലിയില്ല. ഇങ്ങനെ ആചാരുടെ വിഷമങ്ങളും കുറെ പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? ഞാൻ വലിയൊരു വിഷമത്തിൽ, വലിയ കുടുങ്ങിയിട്ട് ബേജാറിൽ എന്റെ സങ്കടം പറയാൻ വേണ്ടി പോയതാണ്. പോയപ്പോ അയാളുടെ സങ്കടം കൂടി ഇങ്ങോട്ട് പറഞ്ഞപ്പോ നമ്മുടെ സങ്കടം കൂടിപ്പോയി. കാരണം അയാളുടെ സങ്കടം കൂടി നമ്മൾ കേൾക്കേണ്ടി വന്നു, നമ്മുടെ വിഷമം കൂടിപ്പോയി.
അതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, ജനങ്ങളോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടം കൂടിപ്പോകും. മൻ അൻസല ഹമ്മഹു ബിന്നാസി സാദ, ജനങ്ങളോട് സങ്കടം കൂടുതൽ നിങ്ങൾ പറഞ്ഞാൽ ആ സങ്കടം കൂടിപ്പോകും. അതേ സ്ഥാനത്ത് വമൻ അൻസല ഹമ്മഹു ബില്ലാഹ്, നിങ്ങളുടെ ബേജാറും സങ്കടങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞോ, റബ്ബിനോട് പറഞ്ഞോ, ആ റബ്ബിനോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ തിരിച്ചു നിങ്ങൾക്ക് സങ്കടം കേൾക്കേണ്ടി വരില്ല. നിങ്ങളുടെ സങ്കടം ബേജാറ് നീങ്ങിക്കിട്ടുന്നതാണ്. കാരണം കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹ്, കൊടുത്താൽ തീരാത്തവനാണ് അല്ലാഹ്. അവൻ കൊടുക്കുന്നതിനൊരു അറ്റമില്ല, എത്ര കൊടുത്താലും തീരുന്നതല്ല. അവനിക്ക് സങ്കടങ്ങൾ വരാനില്ല. അതുകൊണ്ട് ഒരിക്കലും സങ്കടം വരാത്ത, ദുഃഖം വരാത്ത, ഒരിക്കലും കൊടുത്താൽ തീരാത്ത ഈ ആകാശവും ഭൂമിയും സർവ്വതും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളിലും കോടിക്കണക്കിന് ജനങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും മത്സ്യങ്ങൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹു അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി ഖാദിർ മുരീദുൻ അലിമുൻ ബികുല്ലി ഷൈ. ആ അല്ലാഹു ഉണ്ടല്ലോ, അവനെല്ലാം അറിയുന്നവനാണ്, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, അവനെപ്പോലെ ആരുമില്ല. അവന്റെ കഴിവ് അപാരമാണ്, കൊടുത്താൽ തീരുന്നതല്ല. അതുകൊണ്ട് റബ്ബിനോട് സങ്കടം പറഞ്ഞോ, അല്ലാഹുവിന്റെ മുന്നിൽ ഇറക്കി വെച്ചോ. സങ്കടം തീർക്കുന്നവനാണ് അല്ലാഹ്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, അത് മുഴുവനും റബ്ബിന്റെ മുന്നിൽ പറയുക, അല്ലാഹുവിന്റെ മുന്നിൽ പറയുക. ആ റബ്ബ് എല്ലാം തീർക്കുന്നവനാണ് കേട്ടോ. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ്. റബ്ബിനോട് പറയാൻ നമ്മളില്ല, നമ്മുടെ വിഷമം അല്ലാഹുവിനോട് പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് അവൻ തന്ന നിഅമത്തിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും റബ്ബിനോട് പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളുണ്ട്, ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്നില്ല. നല്ല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി നമ്മൾ ദുആ ചെയ്യുന്നില്ല. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റബ്ബിനോട് ദുആ ചെയ്യാത്തവൻ അവൻ ഏറ്റവും വലിയ അശക്തനാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ഇനി ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടുന്നുണ്ട്. അതിനുത്തരം പല നിലക്കുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഏതെങ്കിലും ഒരാള് ദുആ ചെയ്താൽ ആ ദുആ വെറുതെ ആവൂല. ദുആന് ഉത്തരം കിട്ടുന്നത് പല നിലക്കുമുണ്ട്. പണ്ഡിതന്മാരത് ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം റബ്ബിനോട് ദുആ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അബീ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഒരു ദുആ നടത്തിയാൽ, ഒരടിമ റബ്ബിനോട് ഒരു കാര്യം ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. എങ്ങനെയാണ് ദുആക്ക് ഉത്തരമുള്ളത്? ചിലപ്പോൾ നമ്മൾ ഏത് കാര്യമാണോ റബ്ബിനോട് ചോദിച്ചത്, ആ ചോദിച്ച കാര്യം തന്നെ അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരും. നമ്മൾ എന്ത് കാര്യമാണോ റബ്ബിനോട് ചോദിച്ചത്, നമ്മുടെ ഉറൂസിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നു. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
അവർക്ക് ബാംഗ്ലൂർക്ക് പെട്ടെന്ന് പോകാനുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഉറൂസ് ಕಮಿಟಿಯ ಚೇರ್ಮನ್ ನಮ್ಮೆಲ್ಲರ ಆಶಾ ಕೇಂದ್ರ ಮತ್ತು ಬಿಂದು ಆದಂತಹ ನಮ್ಮ ಡಾಕ್ಟರ್ ಇಫ್ತಿಕಾರ್ ಅಲಿ ಅವರು ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇವತ್ತು ತಾನೇ ಬಂದಿದ್ದಾರೆ. ಇದರ ಮೊದಲು ಉರೂಸಿನ ವಿಷಯದಲ್ಲಿ ಹಲವು ಮೀಟಿಂಗ್ಗಳು ನಮ್ಮೊಂದಿಗೆ ಮಾಡಿದ್ದಾರೆ. ಇಲ್ಲಿಗೂ ಕೂಡ ಒಂದು ಮೀಟಿಂಗ್ ಬಂದಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಗೊತ್ತು ಅವರು ಬಹಳ ಸಮಯದ ಕೊರತೆಗಳನ್ನು ಕಾಡ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲೂ ಅವರು ಈಗ ನಮಗೆ ಕಾಣಿಸಿಕೊಳ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಅವರು ಬೇಕು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ನಮ್ಮ ಚೇರ್ಮನ್ ಆಗಿ ನೇಮಕಗೊಂಡದ್ದು ನಮಗೆ ಬಹಳ ಸಂತೋಷ. ബഹുമാന്യരായ ഇഫ്തിഖാർ അലി ഞങ്ങൾ ഉറൂസര ചെയർമാൻ ആയത് ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിരുന്നു. കാരണം അത്രയും ബിസി ഉള്ള ഒരാൾ മാഷാ അല്ലാഹ് 5 മിനിറ്റ് കിട്ടിയെങ്കിൽ 5 വർഷത്തെ സൊറാവുണ്ട് പളക്ക പറഞ്ഞത്. അത് വലിയൊരു സന്തോഷമാണ്. ഇത്രയും ബിസി ഉണ്ടെങ്കിൽ ഫോണ് അപരൂപത്തില് അത്രപാടും ഫ്രീ ഉണ്ടെങ്കിൽ എടുക്കറ്. അത്രയും ബിസി ആയി തെക്കറ്. സുബൈക്ക് ഖത്തറില്, പിന്നെ നോക്കുമ്പോ ബോംബെയില്, പിന്നെ നോക്കുമ്പോ ബാംഗ്ലൂരില്, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ദുബൈയില്, പിന്നെ ഒരിക്കൽ വിളിച്ചപ്പോ ഉംറയില് ചെന്ന്, പിന്നെ ഒരിക്കൽ വിളിച്ചപ്പോ വേറെ ഓടോ ചെന്ന്. ഇങ്ങനെ എപ്പോഴും ബിസിയാ ബിസി ബിസി ബിസി. പക്ഷെ അതിനിടയ്ക്ക് 5 മിനിറ്റ് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് മയ്യാവിടും. മാഷാ അല്ലാഹ് ഞങ്ങളെ കാര്യമെല്ലാം 5 മിനിറ്റ് കൊണ്ട് അയാൾ കേക്കറ്. അതിക്ക് വേണ്ടി ഒരു പരിഹാരം അപ്പ ആക്കിത്തണ്ട്. മാഷാ അല്ലാഹ് ഈ ഉറൂസിക്ക് വേണ്ടിയിട്ട് ഈ പൈൻറ്റ് കാര്യക്രമം സുമാർ 1.5 ലക്ഷത്തിനപ്പുറം അയാളെ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് അത് ബാരിസാജി ആക്കി തന്നത്. അതേപോലെ ഞങ്ങളെ ഉറൂസിലെ ലൈറ്റിംഗ് കാര്യമെല്ലാം ഞങ്ങൾക്ക് ഡോക്ടർ ഷക്കീലിലെ ഞങ്ങൾക്ക് വലിയ പരിചയം അതൊന്നും ഇല്ല. ഞങ്ങൾ ചെന്നെങ്കും കിട്ടല. ഡോക്ടർ ഇഫ്തിഖാർ അത് ചെന്നപ്പോൾ അൽഹംദുലില്ലാ ഒരു 4 ലക്ഷം ഉറുപ്പ വേണ്ടത് ഡോക്ടർ ഷക്കീൽ അത് ഏറ്റെടുത്ത് അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് ഉമ്മയുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഇറച്ചിക്ക് മാഷാ അല്ലാഹ് ഒരു 4 ക്വിന്റൽ എത്ര ഇറച്ചിയുടെ പൈസ ഇപ്പൊ അയാൾ മുഖാന്തരത്തിൽ ഞങ്ങളെ ബ്ലൂ ലൈനില് അതുപോലെ ഞങ്ങൾ CM ഫാറൂഖ് ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് തന്നാറ്. വേറെയും കുറച്ച് ആണും ചെന്ന പക്ഷെ അതാക്കി തൻ്റെ ആള്. പക്ഷെ ഈ ബിസിൽ എന്തിനാക്കിയ പളക്കാരനാവില്ല. ഞങ്ങൾ പോകുമ്പോ 1000 ആളും പോണ്ടാറ്. ആരെ പോണ്ട പളക്കാരനെ ചെല്ലണം അവിടെ. ഇതേപോലത്തെ 1000 മഹല്ല അയാളൊട്ടിക്ക് പോണ്ട് എന്തിനാക്കടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ചെയർമാൻ എന്ന നിലയ്ക്ക് അയാൾ ഞങ്ങൾക്ക് അതാക്കി തണ്ട് 100% ഭരവസ ഉണ്ട്. 2 ക്വിന്റൽ CM ഫാറൂഖ് ഇറച്ചി വെക്കും. ഞങ്ങൾ ഞാൻ പോയിന്നല്ലേ ഇതല്ലകട്ടെ. 2 ക്വിന്റൽ ബ്ലൂ ലൈൻ. അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. CM ഫാറൂഖ് ഞങ്ങളെ വേദിയിലുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ കച്ചവട കാര്യക്രമത്തിലും നല്ല ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ഉയർച്ച നൽകുമാറാവട്ടെ. മരിച്ചുപോയ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു ആഖിറം വെളിച്ചമാക്കി ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഡോക്ടർ ഞങ്ങളെ സ്പീക്കർ നാളെ ഇവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ നാളെ കുറെ ഗസ്റ്റുമാർ നാളെ മഗ്രിബ് കൂടെ എല്ലാം എത്താറ്. ഇഫ്തിഖാർ അലി തെല്ല് ബിസി ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇണ്ട് ബന്താളി ഇപ്പൊ ബാംഗ്ലൂർ 11 ഗಂಟೆ ഫ്ലൈറ്റ് പോണും ചെല്ലുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ഞങ്ങളെ ഈ ജാരദഗുഡ്ഡ ജാഗയ്ക്ക് ഒരു മദ്രസ ഉപയോഗം ചെന്ന് ഞങ്ങൾ അയാളെ ബാക്കിൽ കുറെ സമയത്ത് ചെന്നുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് അയാളത് ഏറ്റെടുത്തിരുന്ന 100% ഇൻഷാ അല്ലാഹ്. ഈ ബണ്ട് റമദാനിലെ ഉൾഗ നല്ല ഒരു മദ്രസ ഖുറത്ത് സാദാത്ത് ഖുറാ തങ്ങളെ കൈ കൊണ്ടൊരു കുട്ടിയടിച്ചിട്ട് ഇഫ്തിഖാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മതബൗദ്ധിക വിദ്യാഭ്യാസത്തിന് ഞങ്ങളെ മദ്രസയിൽ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം നടന്നുകൊണ്ടുണ്ട്. കുറെ മക്ക പഠിച്ചുകൊണ്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിരെ എല്ലാം ഒരു ഉസ്തുവാരി അയാൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചറ ഈ ബന്റെ റമദാൻ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്കിത്തണ്ടെന്ന് പൂർണ്ണമായ ഭരവസ ഉണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ വിഷയത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സ്പീക്കർ ഖാദറാക്ക ഇൻഷാ അല്ലാഹ് അദ്ദേഹം നമ്മളുമായി ഇവിടെ ഒരു സഭയിൽ കൂടി എല്ലാ വിഷയം ഞങ്ങൾക്ക് ആക്കി തന്നത് അദ്ദേഹത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. എന്റെ ബായാർ തങ്ങ പണ്ട് ഈ മജ്ലിസിക്ക് പിരിസം വെച്ച് തങ്ങളെ കാണും ചെന്നൊക്കെ ബന്നാറ്. പക്ഷേ തങ്ങ വേറൊരു ഫംഗ്ഷനിലുണ്ട് ലേറ്റ് ആവും വരുമ്പോ ഒരു 11 ഗಂಟೆ ഉൾഗ എത്രയും തങ്ങ ചെന്നറ്. ഇനി ഏതായാലും അങ്ങ് പോണുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു ഷാൽ അണയിച്ചിട്ട്
അദ്ദേഹത്തിന് ഒരു സന്മാനാക്കുന്ന ഒരു മൊമെന്റ് കൂടി കൊടുക്കണുകൊണ്ടു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ചെറുതല്ല, വലിയ പ്രവർത്തനമാണ് ആൾ ചെയ്യുക. കാരണം മനുഷ്യന്റെ കാശില്ലാതെ കഷ്ടപ്പെട്ട ഈ സമാനിൽ അൽഹംദുലില്ലാഹ് നല്ല ഒരു എല്ലാ വിഷയത്തിലും പൈസയുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ആരട്ടെ എങ്ങനെ പലക്കവരണം എങ്ങനെ ചൊല്ലണം എല്ലാം നമുക്ക് അതിരെ സലഹ അയാൾ തന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു ദീർഘായുസ്സുണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് സെക്രട്ടറി, കാര്യദർശി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻമാർ, ജബ്ബാർ സഖാഫി ഉസ്താദ് എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു സന്മാനാക്കിടാറ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഒരു ജണ്ട് പലക്ക നിങ്ങൾ പലക്കാറുണ്ട് ചെയർമാൻ നിലക്ക് ജണ്ട് പലക്ക CM ഫാറൂഖ് മാഷാ അല്ലാഹ് ജണ്ട് ഗിണ്ടൽ ഇറച്ചിര സഹായ സഹകാരാക്കിർ CM ഫാറൂഖ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഒരു സന്മാനാക്കർ ഉറൂസ് കമ്മിറ്റി ജമാഅത്ത് വത്തിന്ന് ഇൻഷാ അല്ലാഹ് ഇഫ്തിഖാർ ചെയർമാൻമാർ എല്ലാം കൂടി ജബ്ബാർ സഖാഫി അടക്കം CM ഫാറൂഖ് മാഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് വലിയ ഭരവസ തന്ന ഒരാൾ CM ഫാറൂഖ്, വലിയ ഭരവസ തന്നിട്ട് പേടിക്കണ്ട ഉസ്താദ്, എല്ലാം സക്സസ് ആവും, ഇങ്ങനത്തെ ബേജാറാക്കണ്ട, ദർഗുള്ള ജാഗയല്ലേ എന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ನಾನೊಂದು ಸ್ಪೀಕರ್ ಒಂದು ಅಲ್ಲೇ ಮುಂದೊಂಡು ನಾನು ಫಂಕ್ಷನ್ ಒಡೆ ಪೋಂಡು ಇಲ್ಲ ಈ ಹೊಸ್ತಾದ್ರೂ ಒತ್ತಾಡಲ್ಲ ಈ ಪಲ್ಲಿಗೆ ನಾನು ഇവിടെ ಬಂದಿಲ್ಲ പിന്നെ ഉറൂസ് ചെല്ലുമ്പോൾ അമ്പലമൊക്കെ ನನ್ನ ಹಬ್ಬಗೆ ಆವಟ್ಟು ನನ್ನ ಮೂತನ್ಗೆ ಆವಟ್ಟು ഞങ്ങളെ ಫ್ಯಾಮಿಲಿಗೆ ಆವಟ್ಟು ನಾನು ಭಾರಿ ಪಿಸಪಟ್ಟ ರಾಯ ಇದು ಅമ്പಲಮೊಗೆ ಆವಟ್ಟು ഞങ്ങളെ ಅಮ್ಮೆಂಬಲ ಅದಕ್ಕೆ ನನ್ನ ಅಧ್ಯಕ್ಷ ಹಾಕ್ಬೇಕಾದ್ರೆ ಬ್ರದರ್ ನಾನು ಭಾರಿ ಫೋರ್ಸ್ ಹಾಕಿದೆ ನೀ ಅಧ್ಯಕ್ಷ ಅವನೇ ಚೆಂತು ಅದು ಬೇನೆದೆಲ್ಲ ಹೊಸ್ತಾದ ಬೇನೆದೆಲ್ಲ ಹಾಕಿ ಕೊಡ್ತಾರೆ. ನಾನು ಹೊಸ್ತಾದ ಚಂದ್ರ ಬ್ಯಾಂಗ್ಳೂರ್ ಬರಬೇಕು ಜಂಡು ಕೋಟ್ ಎಡ್ಕೊಂಡು ಬರ್ನು ಉಂಟು ಓಡೆ ಮಿನಿಸ್ಟರ್ ಬರ್ಬೋದು ಕೋಟಿನೂ ಬರ್ನುಂಡ ಇಪ್ಪ ರೂಮ್ ಹೊಸ್ತಾದ ರೂಮು ಪೋಯೆ 3 ಕೋಟಿ ನಾನು ಪುದಿಯ 3 ಕೋಟಿ ನೋಕಿಯ ನಾನು ಈ ಹೊಸ್ತಾದ ರೂಮಲ್ಲೂ അങ്ങനെ എന്തായിട്ട് ഇൻഷാ അല്ലാ ഇത് ഈ ഉറുസുണ്ടല്ലേ ഈ രാത്രി ಬೇರೆ ದರ್ಸರವರು ಪ್ರಪೋಸಲ್ ಬಂದ್ರಿಪ್ಪ ಇನ್ಶಾ ಅಲ್ಲಾ ನಾನು ಅದ್ರ ಪೂರ್ತಿಯಾಗಿ ತರುವೆ ನಾನು ಚೆಲ್ರಿಪ್ಪ ಎಲ್ಲ ಸಹಾಯ ಆಗ್ತಾ ಇಟ್ಟ ಆಮೀನ್. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹല്ലത്തിലേക്കുള്ള ഒരു മദ്രസയുടെ കാര്യം ഈ മഹത്തായ വേദിയിൽ അത് ഞാൻ പൂർത്തിയാക്കി തരാമെന്ന് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അത് 100% പൂർത്തീകരിക്കാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയിൽ അദ്ദേഹം വന്ന് നമുക്ക് സംസാരിച്ചു, വലിയ സന്തോഷമാണ്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരടിമയുടെ ദുആവും അല്ലാഹു തട്ടിക്കളയുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞു, അടിമ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, എന്റെ അടിമ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം ചെയ്യാതെ മടക്കുന്നത് ഞാൻ നാണിച്ചു പോകുന്നു, അത് അല്ലാഹുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ദുആക്ക് ഉത്തരം പല രൂപത്തിലുണ്ട്. അതിലൊന്ന് പണ്ഡിതന്മാര് പറയുന്നു, നമ്മൾ ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ ചോദിച്ച കാര്യം തന്നെ നമുക്കപ്പോൾ തന്നെ ഉത്തരം കിട്ടി എന്ന് വന്നേക്കാം. നമ്മൾ ചോദിച്ച കാര്യം തന്നെ നമുക്ക് ഉത്തരം കിട്ടി, അത് ഉത്തരം കിട്ടുന്ന ഒരു കാരണമാണ്, ഒരു കാര്യമാണ്. ആ രൂപത്തിലും ദുആക്ക് ഉത്തരമുണ്ട്. രണ്ടാമത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ
നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യമാണ്, അള്ളാഹു നമുക്ക് തരുന്നത് മറ്റൊരു കാര്യമാണ്. ഇങ്ങനെയും ദുആക്ക് ഉത്തരമുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു, പക്ഷെ അള്ളാഹ്ക്കറിയാം എനിക്കേതാ വേണ്ടത്, എനിക്കേതാണ് ഖൈർ എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല ചോദിക്കുന്നതല്ല, നമുക്ക് ഖൈറായത് അല്ലാഹു തആല നമുക്ക് നൽകുന്നു. ഇതും ദുആക്ക് ഉത്തരം കിട്ടുന്നതിന്റെ മറ്റൊരു രൂപമാണ്. മറ്റൊന്ന്, നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നു, ആ ചോദിച്ച ദുആഇന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിധിച്ചിട്ടുള്ള ഒരു ആഫത്ത് അല്ലാഹു തട്ടിക്കളയുന്നു. അല്ലാഹു നമുക്കൊരു ആഫത്ത് വിധിച്ചിരിക്കുന്നു. ആ ആഫത്തിനെ നമ്മൾ ഈ ദുആ ചെയ്തതിന്റെ കാരണമായി അല്ലാഹു തട്ടിക്കളയുന്നു. അതും ദുആക്ക് ഉത്തരം കിട്ടുന്നതിന്റെ മറ്റൊരു രൂപമാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ ചോദിച്ച ദുആ അതിനുത്തരം അല്ലാഹു തആല ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. നമ്മൾ ദുആ ചെയ്തതിന് പ്രതിഫലം അല്ലാഹു തആല ആഖിറത്തിൽ തരുന്നുണ്ട്. ഈ രൂപത്തിലും നമ്മുടെ ദുആക്ക് ഉത്തരമുണ്ട്. ഏതായാലും ഒരു അടിമ റബ്ബിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ തട്ടിക്കളയുകയില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന സ്ഥലങ്ങൾ, സമയങ്ങൾ, അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഒരുപാട് അതിന്റെ ആദാബുകളും മര്യാദകളുമുണ്ട്. നമ്മൾ അതിനെ തിരഞ്ഞെടുക്കണം. ദുആക്ക് ഉത്തരം കിട്ടുമ്പോൾ അതിന് അദബുകളും മര്യാദകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുആ ചെയ്യാൻ വേണ്ടി നല്ല സമയം നമ്മൾ തിരഞ്ഞെടുക്കണം. ദുആ ചെയ്യാനുള്ള നല്ല സമയം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ റമളാൻ. റമളാൻ മാസം ദുആക്ക് ഉത്തരം ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മൾ ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന റമളാനിൽ 4 കാര്യം അധികരിപ്പിക്കൽ സുന്നത്താണ്. ഒന്ന് ഷഹാദത്ത് അധികരിപ്പിക്കുക, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സ്വർഗ്ഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക. അതാണ് നമ്മൾ ഓരോ നിസ്കാര ശേഷവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ ഓരോ നിസ്കാര ശേഷവും നമ്മൾ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാൻ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുകൊണ്ട് റമളാൻ ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ അറഫ ദിവസം ദുആക്ക് ഉത്തരം ചെയ്യുന്ന ദിവസമാണ്. ആ അറഫ ദിവസം ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, അത്തായ സമയം, അത് റമളാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നു വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സ്വാലിഹീങ്ങളെ സംബന്ധിച്ചു പറയുമ്പോ അവർ അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നവരാണ്. അത്തായ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം. ആ സമയത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് അത്തായ സമയത്ത് സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് ധരിച്ച് ഒരാളെ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. അത് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഔലിയാക്കൾ ഉണരുന്ന സമയമാണ്. സ്വാലിഹീങ്ങൾ ഉണരുന്ന സമയമാണ്. ഇവിടെ കിടക്കുന്ന മഹാന്മാരും ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും ആ വലിയ സ്ഥാനത്തേക്ക് അവർ എത്തിയിട്ടുള്ളത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. അവർ അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു ദുആ ചെയ്യുന്നവരാണ്. അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. تتجافى جنوبهم عن المضاجع
യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ. അവർക്ക് കിടപ്പറയിൽ കിടക്കാൻ കഴിയുന്നില്ല. അവരവിടെ നിന്ന് എഴുന്നേറ്റ് പേടിച്ച് പ്രതീക്ഷിച്ച് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അവര് ദുആ ചെയ്യുന്നവരാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ദുആ ചെയ്യുന്ന സമയമാണ് അത്തായ സമയം. അപ്പോൾ ദുആക്ക് ഇജാബത്തുള്ള സമയമാണത്. അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള ദുആ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ എന്നോളൂ, നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തോളൂ. നിസ്കാര ശേഷമുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്, ഉത്തരം കിട്ടുന്ന ദുആയാണ്. ആ സമയത്ത് നമ്മളുടെ കാര്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം. ഇതുപോലെ തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, ബാങ്ക് കൊടുത്ത് നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയമാണത്. കാരണം അല്ലാഹുവിനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ അടിമ എന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ അവിടെ എത്തി, എന്നിട്ട് നിസ്കാരത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അടിമ, അല്ലാഹുവിനിക്ക് വലിയ സന്തോഷമാണ്. ആ സമയത്ത് വല്ല കാര്യവും റബ്ബിനോട് ചോദിച്ചാൽ അവൻ തട്ടുകയില്ല. അതുകൊണ്ട് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ്, ഇന്ന് അൽഹംദുലില്ലാ വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവ് ഈ ഉറൂസിന്റെ സ്ഥലത്ത് വന്നിട്ട് പോലും ഈ മജ്ലിസിൽ എത്തിപ്പെടാതെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന പലരുമുണ്ട്. അനാവശ്യമായി അവർക്ക് ഈ മജ്ലിസിന്റെ സ്ഥലത്തിന്റെ ബഹുമാനം കിട്ടിയിട്ടില്ല. ഈ ദുആയിൽ അവർക്ക് സംബന്ധിക്കാൻ ഭാഗ്യമില്ല. ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് മഹാനായ സയ്യിദ് അവർകൾ ഇൻഷാ അല്ലാഹ് ബായാർ തങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നൂർ സാദാത്ത് ബായാർ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിൽ വരുന്നുണ്ട്. ദുആക്ക് നല്ല ഇജാബത്തുള്ള സമയമാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് നോമ്പ് തുറയുടെ സമയം. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയം. കാരണം രാവിലെ മുതൽ പട്ടിണി ഇരുന്ന് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ വിശന്നിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി, അവനെ മാത്രം കരുതിയിട്ട് വെള്ളം കുടിച്ച ആരും കാണൂല, ഭക്ഷണം കഴിച്ച ആരും അറിയില്ല, എന്നിട്ട് പോലും നമ്മൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാതെ അല്ലാഹുവിന് വേണ്ടി അവനെ പേടിച്ചുകൊണ്ട്, അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പട്ടിണി ഇരുന്നു. മഗ്രിബായി ആകാൻ പോകുമ്പോ നോമ്പ് തുറക്കുന്ന സമയം അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള സമയമാണ്. അടിമയുടെ നോമ്പ് പൂർത്തിയാക്കുന്ന സമയം പടച്ചവനിക്ക് വലിയ ഇഷ്ടമുള്ള സമയം. ആ സമയത്ത് അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയുകയില്ല, അവൻ തട്ടൂല. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. ഇങ്ങനെ നല്ല സമയങ്ങൾ, നോമ്പ് ദുആ ചെയ്യാൻ വേണ്ടി നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക. ആ നല്ല സമയം നോക്കിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ബറാഅത്ത് രാവ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവാണ് നമ്മുടെ ബറാഅത്ത് രാവ് നമുക്ക് വരുന്നത്. പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാവ് പ്രത്യേകമായി ദുആക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയമാണെന്ന് പറഞ്ഞാൽ അത് ചില്ലറ സമയമല്ലല്ലോ. അതുകൊണ്ട് ഈ രാവ് നമ്മൾ ഇബാദത്തുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട് കടിച്ചുകൂട്ടുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അല്ലാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുക. ആ ഈ ബറാഅത്ത് രാവ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്.
അതിനുശേഷം നമ്മുടെ പൂർവികർ പഠിപ്പിച്ചതുപോലെ 3 യാസീൻ ഓതുന്നു. ആ 3 യാസീൻ ഓതി റബ്ബിനോട് ദുആ ചെയ്യുന്നു. നമ്മളെല്ലാവരും ആ ദുആ നടത്തുന്നവരാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തത് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളിൽ അതിന്റെ അദബുകളും മര്യാദകളിൽപ്പെട്ട ഒന്നാണ് ദുആ ചെയ്യാൻ വേണ്ടി നല്ല സമയം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് ദുആ ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക. നല്ല സ്ഥലങ്ങൾ ദുആക്ക് തിരഞ്ഞെടുക്കുക. അതേതാണത്? പരിശുദ്ധമായ മക്കത്തുൽ മുകറമ, മദീനത്തുൽ മുനവ്വറ, ഇതുപോലത്തെ നല്ല സ്ഥലങ്ങൾ, ബൈത്തുൽ മുഖദ്ദസ്, ഇങ്ങനെ തുടങ്ങിയ നല്ല സ്ഥലങ്ങൾ അല്ലാഹു ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ. അത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആ പുണ്യ സ്ഥലങ്ങളിൽ വെച്ച് റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. ദുആക്ക് തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത് നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പള്ളി. ലോകത്തുള്ള എല്ലാ പള്ളികളും ആ പള്ളികൾ എന്നുള്ളത് ബഹുമാനിക്കപ്പെടുന്ന സ്ഥലമാണ്, അത് ആദരിക്കപ്പെടുന്ന സ്ഥലമാണ്. ആ പള്ളി റബ്ബിന്റെ ഭവനം. പള്ളിയിൽ വെച്ചുള്ള ദുആ ഇജാബത്തുള്ള സ്ഥലമാണ്. ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഖ്ബറകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ കിടക്കുന്ന സ്ഥലം, അവിടെ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. അമ്പിയാക്കൾ കിടക്കുന്ന സ്ഥലം, അത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. സ്വാലിഹീങ്ങൾ കിടക്കുന്ന സ്ഥലം, അത് നല്ല ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ, മഖ്ബറകൾ, അത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഔലിയാക്കളെ സിയാറത്ത് ചെയ്ത് മഖ്ബറകളിൽ പോയി ദുആ ചെയ്യുന്നത്. അവിടെ ദുആക്ക് ഇജാബത്തുള്ളത് കൊണ്ടാണ്. അവിടെ ദുആക്ക് ഇജാബത്തുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നല്ല സ്ഥലങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ദിക്റിന്റെ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, അത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ മജ്ലിസ് അത് സ്വർഗ്ഗമാണ്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആശിക്കുന്നത് ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്നതാണ് സ്വർഗ്ഗം. ആ സ്വർഗ്ഗമാണ് ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ ബായാർ തങ്ങൾ ഇവിടെ വന്ന് ദുആ ചെയ്യുമ്പോൾ നല്ല ദുആക്ക് ഇജാബത്തുള്ള സ്ഥലം എന്തൊക്കെയാണ്? ദുആക്ക് ഇജാബത്തുള്ള സമയം വെള്ളിയാഴ്ച രാവ്, സ്വലാത്തിന്റെ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, ഔലിയാക്കളുടെ മഖ്ബറയുടെ ചാരത്ത്, എല്ലാ നിലക്കും ദുആക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ ദുആ തട്ടിക്കളയുകയില്ല. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും മഹാനായ തങ്ങളവരുടെ ദുആയിൽ സംബന്ധിക്കണം. വലിയ ശറഫുള്ള മഹാനാണ് നൂറു സാദാത്ത് ബായാർ തങ്ങൾ. നമുക്കൊക്കെ അറിയാമല്ലോ, ചെറുപ്പക്കാരനാണെങ്കിലും ചെറിയ പ്രായമാണെങ്കിലും വലിയ മഹത്വമുള്ള മഹാനാണ്. ധാരാളം സ്വലാത്തിന്റെ മജ്ലിസുകൾ, ആയിരക്കണക്കിന് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എത്രയോ മോമിനിയങ്ങൾ മഹാനായ തങ്ങളൊന്ന് കിട്ടാനും വെള്ളം മന്ത്രിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. എത്ര രോഗികളാണ് മഹാനായ ബായാർ തങ്ങളെ സമീപിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് വലിയ ഒരു പവർ കൊടുത്തിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് നൂർ സാദാത്ത് ബായാർ തങ്ങൾ ഉസ്താദ് അവറുകൾ. ഇൻഷാ അല്ലാഹ് അല്പനേരം കൊണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും, എത്താൻ അടുത്തായി. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സദസ്സിലേക്ക് വന്നിരുന്നു കൊണ്ട് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ മജ്ലിസിൽ ദുആയിൽ സംബന്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാൻ ഒന്ന് നല്ല സമയം തിരഞ്ഞെടുക്കണം, രണ്ട് നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. മൂന്നാമത്തേത് ഇജാബത്ത് പ്രത്യേകം പറയപ്പെട്ട സാഹചര്യങ്ങളെ നാം പരിഗണിക്കുക.
ദുആക്ക് ഉത്തരമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്ന് ദുആ സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്. മൂന്ന് ദുആ ഉത്തരം കിട്ടുന്ന ദുആയാണ്. മൂന്ന് ദുആ ഉത്തരം കിട്ടുന്ന ദുആയാണ്. ഏതാണത്? അതിൽ ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആയാണ്. മദ്ലൂമിന്റെ ദുആ ഇജാബത്തുള്ള ദുആയാണ്. ഒരാൾ ആക്രമിക്കപ്പെടുന്നു, നിരപരാധിയാണ്. ആ നിരപരാധിയായ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവന്റെ നാവുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് ദുആക്ക് ഉത്തരമുള്ളതാണ് കേട്ടോ. ചില ആളുകളുണ്ട് മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുക, ആക്രമിക്കുക, മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുക, കളിയാക്കുക. അങ്ങനെ ഏത് നിലക്ക് ആക്രമിക്കപ്പെട്ടവനായാലും, കൈകൊണ്ട് ആക്രമിക്കപ്പെട്ടവനായാലും, നാവ് കൊണ്ട് ആക്രമിക്കപ്പെട്ടവനായാലും, വേറെ ഏത് നിലക്ക് ആക്രമിക്കപ്പെട്ടവനായാലും മദ്ലൂമിന്റെ ദുആ അത് ഉത്തരമുള്ള ദുആയാണ്. അതുകൊണ്ട് ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആനെ സൂക്ഷിക്കണേ. ഒരാളെ വെറുതെ ബുദ്ധിമുട്ടിക്കുക, ഒരയൽവാസിയായ അപ്പുറത്തുള്ള ഒരു അയൽവാസിയായ മനുഷ്യനാണ്, അവനെ ബുദ്ധിമുട്ടിപ്പിക്കുക. എങ്ങനെ? കേസ് കൊടുക്കുക, വെറുതെ കേസ് കൊടുക്കുക. അങ്ങനെ കേസ് കൊടുത്ത് അവനെ നട്ടം തിരിച്ച് കേസ് സ്റ്റേഷനിലേക്ക് അയച്ച്, കോടതിയിലേക്ക് അയച്ച് നിരന്തരമായി അവനെ ശല്യം ചെയ്ത് അവനെ ബുദ്ധിമുട്ടിക്കുക, അതൊരു അക്രമമാണ്. ആ മദ്ലൂമിന്റെ ദുആ അവൻ അതുകൊണ്ട് സഹികെട്ട് അല്ലാഹുവോട് വല്ലതും ദുആയിരുന്നാൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. ഒരാളെ വെറുതെ അടിക്കുക, ബുദ്ധിമുട്ടിച്ച്, ആക്രമിച്ച്, അവനെ ഒരു കാര്യവുമില്ലാതെ ഒരാൾ ആക്രമിച്ചാൽ ആ അക്രമി അവിടെ നിന്ന് എന്തെങ്കിലും ദുആയിരുന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുക, നാവ് കൊണ്ട് പരിഹസിച്ച് കളിയാക്കി അവന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയി, ആ സമയത്ത് അവൻ എന്തെങ്കിലും ദുആയിരുന്നാൽ അവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. ഇനി നാവ് കൊണ്ട് പറയണ്ട, ഒരാളെ വെറുതെ കുറ്റം പറഞ്ഞ്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പും ഫേസ്ബുക്കും വർദ്ധിച്ച കാലമാണ്. ഒരാളെ സംബന്ധിച്ച് വെറുതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ എഴുതി വിട്ടു, അയാൾക്ക് പൊരേന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. അതൊരു അക്രമമാണ്. ആ അക്രമിയുടെ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് വല്ലാത്ത മൂർച്ചയുള്ള ദുആയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, മൂന്ന് ദുആ അത് ഉത്തരമുള്ളതാണ്. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആയാണ്. രണ്ട് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. യാത്രക്കാരനിക്ക് യാത്ര എന്നുള്ളത് ഒരു അദാബിന്റെ ഒരു ഭാഗമാണ്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന മുസാഫിറായ മനുഷ്യന്റെ ദുആ അത് ഉത്തരമുള്ള ദുആയാണ്. റമദാനാകുമ്പോ ചിലപ്പോൾ പല ആളുകളും നമ്മുടെ നാട്ടിലേക്ക് വരും. ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരായിരിക്കും. ആ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരുമ്പോ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നപ്പോ, അവന്റെ പ്രയാസം കൊണ്ട് ഏതോ നാട്ടിൽ നിന്ന് വന്നതാകാം, അവനെ കളിയാക്കി, വേദനിപ്പിച്ച്, ആക്രമിച്ച്, കുറ്റം പറഞ്ഞ് അവനെ മനസ്സ് വേദനിപ്പിച്ച് തിരിച്ച് ആട്ടി ഓടിച്ചാൽ യാത്രക്കാരന്റെ ദുആ ഇജാബത്തുള്ള ദുആയാണ്. നമ്മുടെ വീട് മുറ്റത്തേക്ക് യാചനയ്ക്ക് വേണ്ടി വന്ന മനുഷ്യൻ ദൂര സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് വരുന്നവനാകാം. അതുകൊണ്ട് അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് ആട്ടി ഓടിക്കണ്ട. അവന്റെ മനസ്സുകൊണ്ട് വല്ലതും അവൻ കരുതിയാൽ, വല്ലതും പറഞ്ഞാൽ,
വല്ലതും ദുആ ചെയ്താൽ പെട്ടെന്ന് ഫലിക്കുന്ന ദുആയാണ്. നമ്മുടേതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് യാത്രക്കാരന്റെ ദുആ ഇജാബത്തുള്ള ദുആയാണ്. ആക്രമിക്കപ്പെടുന്നവന്റെ ദുആ ഇജാബത്തുള്ള ദുആയാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കളുടെ ദുആ, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്, ഉത്തരം കിട്ടുന്ന ദുആയാണ്. ബാപ്പ ചിലപ്പോ വലിയ ആലിമായി കൊള്ളണമെന്നില്ല, വലിയ സ്വാലിഹായ മനുഷ്യനാകണമെന്നില്ല. ബാപ്പ ചിലപ്പോൾ, ഉമ്മ ചിലപ്പോൾ വലിയ ആലിമോ വിവരമുള്ളവരോ ആബിദത്തോ ആകണമെന്നില്ല. അവർക്ക് ഇൽമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇബാദത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർ നല്ലവരാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. അവര് ബാപ്പയാണ് ഉമ്മയാണ് എന്നതുകൊണ്ട് ബാപ്പന്റെ ദുആക്ക് ഉത്തരമുണ്ട്, ഉമ്മന്റെ ദുആക്ക് ഉത്തരമുണ്ട്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത് കേട്ടോ. മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. കാരണം ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ്. മക്കൾക്കെതിരെ ബാപ്പ ദ്വാരുന്നാൽ, മക്കൾക്കെതിരെ ഉമ്മ ദ്വാരുന്നാൽ അത് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതുകൊണ്ട് മക്കൾക്കെതിരെ ഒരു ബാപ്പയും ദ്വാരക്കാൻ പാടില്ല, ഒരു ഉമ്മയും ദ്വാരക്കാൻ പാടില്ല. അത് ഉത്തരം കിട്ടുന്ന ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ ഉത്തരം കിട്ടുന്ന ദുആകൾ പലതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദഅ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഖാലൽ മലക്കുൽ മുഅക്കലു ബിഹി ആമീന വലക ബിമിസ്ലി. ഒരാൾ തന്റെ സഹോദരനിക്ക് വേണ്ടി അവന്റെ ഗൈബിൽ വെച്ച് ദുആരന്നാൽ, ഒരാളെ മുന്നിൽ ദ്വാരക്കുന്നതല്ല, അയാൾ അറിയാതെ നമ്മൾ ഒരാൾക്ക് ദ്വാരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ദ്വാരുന്നു, പടച്ചോനെ എൻ്റെ സുഹൃത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരുന്നാൽ അവിടെ ഒരു മലക്കിനെ അല്ലാഹു തആല പറഞ്ഞേക്കും. ആ മലക്ക് വന്നിട്ട് പറയും ആമീൻ. നമ്മുടെ ദ്വാക്ക് മലക്ക് ആമീൻ പറയും. എന്നിട്ട് മലക്ക് പറയും വലക ബിമിസ്ലിൻ, നീ അയാൾക്ക് എന്തിനാണോ ദ്വാരുന്നത് അതേപോലത്തെ അല്ലാഹു നിനക്കും തരട്ടെ എന്ന് ദ്വാരക്കും. അപ്പൊ നമ്മൾ വേറെ ഒരാൾക്ക് ദ്വാരുന്നാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് ദ്വാരക്കും, നിങ്ങൾ അയാൾക്ക് എന്ത് കാര്യത്തിലാണോ ദ്വാരുന്നത് അല്ലാഹു അത് നിങ്ങൾക്കും തരട്ടെ എന്ന് ദ്വാരക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദുആ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ദുആ സ്വീകരിക്കാൻ അതൊരു കാരണമാണ്. മാത്രമല്ല, നാലാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരവും ആത്മാവും ശുദ്ധീകരിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ആത്മാവും ശുദ്ധീകരിക്കണം, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ശുദ്ധിയാകണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അയാളെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനാണ്. ഭയങ്കരം ദുആ. രണ്ട് കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദ്വാരക്കുന്നു. പക്ഷേ വമത്അമുഹു ഹറാം,
വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. സ്വന്തം പാർട്ട്ണറെ പറ്റിച്ചുകൊണ്ട്, ബിസിനസിന്റെ പാർട്ട്ണറെ പറ്റിച്ചുകൊണ്ട് സ്വന്തം ആ പാർട്ട്ണറുടെ മുതലും കൂടി സ്വന്തത്തിലാക്കിയവനാണ്. ഹറാമിന്റെ പണമാണ് അവന്റെ പണത്തിലുള്ളത്. ബാപ്പ മരിച്ചുപോയി. ബാപ്പ മരിച്ചപ്പോ ബാപ്പന്റെ സ്വത്ത് സ്വന്തം സഹോദരന്മാർക്ക്, പെങ്ങന്മാർക്ക് മുറ പോലെ ഓഹരി വെച്ച് കൊടുക്കാതെ ബാപ്പന്റെ സ്വത്ത് മുഴുവനും കയ്യിലാക്കിയവനാണ്. അനിയന്മാരെ സ്വത്ത്, പെങ്ങന്മാരെ സ്വത്ത് കൊടുക്കാതെ ഉള്ള തോട്ടം മുഴുവനും സ്വന്തത്തിലാക്കിയിട്ട്, സ്ഥലം മുഴുവനും സ്വന്തത്തിലാക്കിയിട്ട് ജീവിക്കുന്നവനാണ്. ഹറാമിന്റെ സ്വത്താണ്. വമത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. പാർട്ട്ണറെ പറ്റിച്ച സ്വത്താണ്, മുതലാളിയെ പറ്റിച്ച സ്വത്താണ്. മുതലാളി അറിയാതെ ആ മുതലാളിയുടെ ക്യാഷ് കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് മുതലാളിയുടെ പണം കയ്യിലാക്കിയവനാണ്. ഇങ്ങനെ ഹറാമിന്റെ പണമാണ് അവന്റെ കയ്യിലുള്ളത്. അന്യന്റെ കട്ടെടുത്ത പണമാണ്, വഞ്ചിച്ചെടുത്ത പണമാണ്, മറ്റവനിക്ക് സ്വത്ത് കൊടുക്കാതെ പറ്റിയെടുത്ത പണമാണ്. ഇങ്ങനെ സ്വത്തുക്കൾ ഉള്ളവൻ വമത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയം ഹറാമിന്റെ പാനീയമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്. അവൻ പാർക്കുന്ന വീട് ഹറാമിന്റെ വീടാണ്. അവൻ സഞ്ചരിക്കുന്ന വാഹനം ഹറാമിന്റെ വാഹനമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാം കൊണ്ട് നിറക്കപ്പെട്ടവനാണ്. ഹറാമല്ലാത്തതൊന്നും അവന്റെ കയ്യിലില്ല. ഇങ്ങനെ ഹറാമ് കയ്യിലാക്കിയിട്ട്, ഹറാമ് തിന്നിട്ട്, ഹറാമ് കുടിച്ചിട്ട്, ഹറാമിന്റെ വസ്ത്രം ധരിച്ചിട്ട്, ഹറാമിന്റെ വീടുണ്ടാക്കിയിട്ട്, ഹറാമിന്റെ വാഹനമെടുത്തിട്ട് സഞ്ചരിക്കുന്ന ജീവിക്കുന്ന മനുഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഫഅന്നാ യുസ്തജാബു ലിദാലിക, ഫഅന്നാ യുസ്തജാബു ലിദാലിക, അവന്റെ ദുആക്ക് ഉത്തരമെവിടെ? അവന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല. ആ ദുആക്ക് ഉത്തരം കിട്ടൂല. കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെത്, വസ്ത്രം ഹറാമിൻ്റെത്, എല്ലാം ഹറാം കൊണ്ട് നിറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവന്റെ ദുആക്ക് ഉത്തരം കിട്ടൂലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. ധാരാളം പട്ടാളക്കാരുണ്ട്, സ്വത്തുക്കളുണ്ട്, അനുയായികളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അവിടുന്ന് എല്ലാം വലിച്ചെറിഞ്ഞു. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട്, എല്ലാം അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി സുഹുദിലേക്ക്, അതാ പരിത്യാഗത്തിലേക്ക് കടന്ന മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ആ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ അങ്ങിയിരുന്നു. സാധാരണ ബൈത്തുൽ മുഖദ്ദസ് രാത്രിയായാൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പള്ളി മുഴുവനും അടക്കും. പിന്നെ രാത്രി പള്ളി തുറക്കൂല. അവിടെ പള്ളിയുടെ അകത്ത് മലക്കുകളും ജിന്നുകളും രാത്രി സമയത്ത് ഇബാദത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പള്ളി മുഴുവനും രാത്രി അടക്കുന്ന പതിവുണ്ട്.
പക്ഷേ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനിക്ക് ആ പള്ളിയുടെ അകത്ത് ഒരു ദിവസം രാത്രി ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യണമെന്ന ആഗ്രഹമാണ്. അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തേക്ക് പോയി. അവിടെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മൂലക്ക് ഒളിച്ചിരുന്നു. പള്ളി ബന്ധാക്കുന്ന ആള് മുക്രിക്ക വന്നിട്ട് ആ പള്ളി മുഴുവനും അടച്ചു പൂട്ടിയിട്ട് പോയി. രാത്രി സമയമാകുമ്പോൾ മലക്കുകൾ ഇബാദത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണത്. അങ്ങനെ മലക്കുകളും ജിന്നുകളും ഇബാദത്തിന് വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിലുള്ള ഒരു മലക്ക് പറയുന്നു, ആരോ ഒരു മനുഷ്യൻ ഈ പള്ളിയുടെ അകത്തുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മണം അടിക്കുന്നുണ്ട്, ആരോ ഒന്ന് പള്ളിയുടെ അകത്തുണ്ടല്ലോ. അപ്പോഴാണ് മറ്റൊരു മലക്ക് പറയുന്നു, അതെ, ഒരാള് പള്ളിന്റെ ഉള്ളിലുണ്ട്. ആരാണെന്നറിയുമോ? റഈസുസ്സാഹിദീൻ ഇബ്രാഹിം അദ്ഹം തങ്ങളാണ്. വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്, വലിയാണ്. ആ വലിയായ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഈ പള്ളിയുടെ അകത്തുണ്ടെന്നൊരു മറ്റൊരു മലക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വേറൊരു മലക്ക് പറയുന്നു, ഇബ്രാഹിം അദ്ഹം തങ്ങൾ വലിയ മഹാനാണ്, വലിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു കൊല്ലത്തോളമായി മഹാനവറുകൾ ചെയ്തിട്ടുള്ള ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം മേൽപോട്ടേക്ക് ഉയർത്തിയിട്ടുണ്ട്, പക്ഷെ അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല. നമ്മളെ മൊബൈലിലേക്ക് ചില വീഡിയോകൾ വരും, ഫോട്ടോസ് വരും. അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഡൗൺലോഡിന് കൊടുക്കുമ്പോ അതിങ്ങനെ കറങ്ങി സംഗതി വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചെയ്ത ആരാധനകളും ഇബാദത്തുകളും ദുആകളും എല്ലാം ആകാശത്തിന്റെ ഇടയിൽ അത് മുഴുവനും പെൻഡിങ്ങിലാണ്. അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഒരു കൊല്ലമായി ഒരു മലക്ക് വിളിച്ചു പറഞ്ഞു, ഒരു കൊല്ലത്തോളമായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തോ ദുആയോ ഒന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. എന്താ കാരണം? ബിതംറത്തൈന്, 2 കാരക്കയാണ് പ്രശ്നം. 2 കാരക്കയുടെ ഒരു ഇടപാട് ബാക്കിയുണ്ട്, പ്രശ്നമാണ്. ആ 2 കാരക്കയുടെ പ്രശ്നം കൊണ്ട് ഒരൊറ്റ ഇബാദത്തും ഒരു ദുആയും ഒരു കൊല്ലമായി അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇത് മഹാനവറുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, പടച്ചോനെ, എന്താണ് എന്റെ പ്രശ്നം? അപ്പോഴാണ് ഓർമ്മ വന്നത്, കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ, കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടുന്ന് കാരക്ക വാങ്ങി, ഒരു ഷോപ്പിൽ നിന്ന് കാരക്ക വാങ്ങുമ്പോ ആ കാരക്ക തൂക്കിയിട്ട് എന്റെ സഞ്ചിയിലേക്ക്, എന്റെ കൊട്ടയിലേക്ക് ഇങ്ങനെ ഇടുമ്പോ 2 കാരക്ക താഴെ കണ്ടു. ആ താഴെ കണ്ടപ്പോ ഇത് എന്നിലേക്ക് തൂക്കിയതിന് ശേഷം എന്റെ സഞ്ചിയിലേക്ക് ഇടുമ്പോ വീണുപോയതാണെന്ന് കരുതിയിട്ട് ആ 2 കാരക്ക എടുത്ത് എന്റെ സഞ്ചിയിലേക്ക് ഞാൻ ഇട്ടിരുന്നു. ഇതിപ്പോൾ എന്റേതല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ നേരെ നടന്നു മദീനത്തുൽ മുനവ്വറയിലേക്ക്, മദീനത്തേക്ക് നടന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷം ഹജ്ജിന് ചെന്നപ്പോൾ കാരക്ക വാങ്ങിയ സ്ഥലത്തേക്ക് പോയി. ആ അങ്ങാടിയിൽ ഷോപ്പിലേക്ക് പോയി നോക്കുമ്പോ അവിടെ നല്ലൊരു ചെറുപ്പക്കാരനെ കാണുന്നു. കഴിഞ്ഞ വർഷം ഒരു പ്രായമായ ആളാ ഉണ്ടായത്. അയാളോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഹജ്ജിന്റെ സമയത്ത് ഇവിടെ വയസ്സായ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ പോയി? ദാക്കാബി, അതിന്റെ ബാപ്പയാണ്, മരണപ്പെട്ടുപോയി. ഇയാളാകെ ബേജാറായി ഇബ്രാഹിം അദ്ഹം തങ്ങൾ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടുന്ന് കാരക്ക വാങ്ങുമ്പോൾ 2 കാരക്ക താഴെ വീണ് കിട്ടിയപ്പോൾ ഞാനത് തൂക്കിയതിന് ശേഷം എന്റെ പാത്രത്തിൽ നിന്ന് എനിക്ക് ഇടുമ്പോ വീണതാണെന്ന് കരുതിയിട്ട് ഞാനത് പെറുക്കിയെടുത്തിരുന്നു. ഇപ്പോൾ അത് എന്റേതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 കാരക്ക എനിക്ക് പൊരുത്തപ്പെടണമെന്നാണ്. അയാൾ പറഞ്ഞു, എന്റെ വാപ്പക്ക് ഞാനല്ലാത്ത എൻ്റെ ഒരു പെങ്ങളുമുണ്ട്, ഒരു മകളുണ്ട്.
എൻ്റെ ഉമ്മയുണ്ട്. അതുകൊണ്ട് ആ കാരക്കയിൽ നിന്ന് എൻ്റെ ഓഹരി ഞാൻ പൊരുത്തപ്പെട്ടു. ഇനി ഉമ്മാനോടും പെങ്ങളോടും അവരോട് ചോദിക്കണം. അങ്ങനെ രണ്ടുപേരെയും കണ്ടു. മഹാനവർകൾ പൊരുത്തപ്പെടിച്ചു. എന്നിട്ട് മഹാനവർകൾ വീണ്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് മടങ്ങി. അങ്ങനെ മടങ്ങി അന്ന് രാത്രി അവിടെ പാർത്തു. പതിവ് പോലെ മലക്കുകൾ വന്നു. അപ്പോഴാണ് ഒരു മലക്ക് പറയുന്നു, ആരാണുള്ളത്? ഈ പള്ളിക്കകത്തൊരു മനുഷ്യനുണ്ടല്ലോ. മറ്റേ മലക്ക് പറയുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാണ്. അപ്പോഴാണ് കേൾക്കുന്നത്, അതേ, ഒരു കൊല്ലക്കാലം അവരുടെ ഇബാദത്ത് 2 കാരക്ക പ്രശ്നമായി എല്ലാം സ്വീകരിക്കാതെ തടയപ്പെട്ടിരുന്നു. ആ 2 കാരക്കയുടെ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഇബാദത്തുകൾ മുഴുവനും സ്വീകരിക്കപ്പെട്ടുപോയി. ദുആകൾ മുഴുവനും സ്വീകരിക്കപ്പെട്ടുപോയി. മോമിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, അന്യന്റെ ഒരു തരി അരി നമ്മുടെ ഭക്ഷണത്തിലുണ്ടോ? 1 രൂപ നമ്മുടെ പണത്തിലുണ്ടോ? നമ്മുടെ സ്വത്തിൽ അന്യന്റെ സ്വത്ത് കിടക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥലത്ത് അന്യന്റെ സ്ഥലം നമ്മുടെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടോ? ദുആക്ക് ഇജാബത്തില്ല, ആരാധനകൾ സ്വീകരിക്കൂല. എത്ര നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? എത്ര ഖുർആൻ ഓതിട്ട് എന്ത് കാര്യം? എത്ര തറാവീഹ് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? എന്ത് സദഖ ചെയ്തിട്ട് എന്ത് കാര്യം? എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? അന്യന്റെ പണം നമ്മുടെ കയ്യിലുണ്ടോ? സ്വത്തിലുണ്ടോ? 1 നയാ കാശു പോലും ഹറാമിന്റെ പണം സ്വന്തത്തിന് വേണ്ട. ദുആ അല്ലാഹ് സ്വീകരിക്കൂല, ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല. മോമിനീങ്ങളെ, ദുആ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഇബാദത്ത് അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ദുനിയാവിൽ ചുരുങ്ങിയ കാലമല്ലേ ഉള്ളൂ. ബാപ്പ മരിച്ച് ഖബറിലില്ലേ? ഉമ്മ മരിച്ച് ഖബറിലില്ലേ? ഉപ്പാപ്പയും ഉമ്മാമയും മരിച്ച് ഖബറിലല്ലേ? ഞാനും നിങ്ങളും മരിക്കേണ്ടവരല്ലേ? ദുനിയാവിലുള്ള കാലം അല്ലാഹ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ച്, എത്ര കുറച്ചമാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ചെറിയ ജീവിതം മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ദുനിയാവാണിത്. ഇവിടെ അന്യന്റെ പണം പറ്റിട്ട് ജീവിക്കണ്ട, അന്യന്റെ സ്വത്ത് അപഹരിച്ച് ജീവിക്കണ്ട, പാർട്ട്ണറെ പറ്റിച്ച് പണം നീ കയ്യിലാക്കണ്ട, മുതലാളി കാണാതെ പണം നീ എടുത്ത് ജീവിക്കണ്ട. ചെറിയ ജീവിതം അല്ലാഹ് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് ഒന്ന് ഈമാനോടെ മരിച്ച് ഖബറിൽ അന്ന് സന്തോഷത്തോടെ കിടക്കണം. നാളെ മഹ്ശറിലും സന്തോഷത്തോടെ എത്തണം. ചെയ്ത ഇബാദത്തുകൾ മുഴുവനും നമുക്ക് ഉപകാരത്തിന് കിട്ടണം. ആ നിലക്കല്ലേ ജീവിക്കേണ്ടത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മത്അമുഹു ഹറാം, അതേ, മശ്റബുഹു ഹറാം, മൽബസുഹു ഹറാം. അവന്റെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്, വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്, പാനീയം ഹറാമിന്റെ പാനീയമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാം കൊണ്ട് നിറക്കപ്പെട്ടവനാണ്. വഅന്നാ യുസ്തജാബു ലിദാലിക, എവിടെന്നാണ് മോനെ നിന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നത്? എവിടെന്നാണ് ദുആ ഫലിക്കുന്നത്, ഇബാദത്തുള്ള സ്വീകരിക്കുന്നത്? അതുകൊണ്ട് ആരെങ്കിലും അന്യന്റെ പണം കയ്യിലാക്കിയിട്ടുണ്ടോ? നാളെ തന്നെ അത് നീ കൊടുത്ത് വീട്ടിക്കോ. ഉള്ള സ്വത്തിൽ നിന്ന് എന്തെങ്കിലും അല്പം വിറ്റിട്ട് അന്യന്റെ പണം കൊടുത്ത് ക്ലിയർ ആക്കിക്കോ. ആ ഇടപാട് വേണ്ട.
ഹറാമിന്റെ പണം നമ്മുടെ ഹക്കിന് വേണ്ട. പെങ്ങന്മാരെ സ്വത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ അത് കൊടുത്തു വീട്ടുക. അനിയന്മാരെ സ്വത്ത് കൊടുക്കാതെ വെച്ചിട്ടുണ്ടോ അത് കൊടുത്തു വീട്ടുക. ഇതുപോലെ തന്നെ മറ്റാരുടേതെങ്കിലും അറിയാതെ വല്ലപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ അതവർക്ക് കൊടുത്തു വീട്ട് ക്ലിയർ ചെയ്യുക. ആ ബാധ്യത വെക്കണ്ട കേട്ടോ. ദുആക്ക് ഇജാബത്തില്ല. മഹാനായ തങ്ങളവറുകൾ വേദിയിലേക്ക് വരാനായി. എല്ലാവരും ചുറ്റു നിൽക്കുന്നവരൊക്കെ അകത്താടുന്ന അടുത്തേക്ക് കടന്നു വരിക. എല്ലാവരും അടുത്തേക്ക് കടന്നിരിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആ സ്വീകരിക്കാൻ ഒരുപാട് അദബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും റബ്ബിനോട് പറഞ്ഞിട്ട് ദുആ ഇറക്കണം. അല്ലാ, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടുള്ള ദുആയായിരിക്കണം. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള ദുആയാകണം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ദുആർക്കുന്നുണ്ട്, യാ റബ്ബ് അല്ലാഹ്. വല്ലാത്ത ദുആയാണ്. അയാള് പടച്ചവനോട് ഇങ്ങനെ കരഞ്ഞു ദുആർക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി വല്ലാഹി ലൗ കാനത് ഹാജതു ഹാദർ റജുലി ഇന്ദി ലഖളൈതുഹാ. ഇയാള് പടച്ചോനെ നിന്നോട് ദ്വാരക്കുന്നത് കാണുന്നില്ല, കഷ്ടപ്പെട്ട് ദ്വാരക്കുന്നത്. ഇയാളുടെ കാര്യം എനിക്ക് തീർത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഖളൈതുഹാ, ഞാൻ അയാൾക്ക് കൊടുക്കട്ടെ. നീ കാണുന്നില്ല റബ്ബേ, ഒന്ന് അയാളെ കാര്യം ഒന്ന് നീ ശരിയാക്കി കൊടുത്ത റബ്ബേ എന്ന് മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസ അന അർഹമു ബിഹി മിൻകോ. നിങ്ങൾക്ക് അയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ര വിഷമായല്ലേ, എന്നാൽ അയാളോട് നിങ്ങൾക്ക് അയാളോട് എത്ര റഹ്മത്ത്, ഒരു കരുണ തോന്നി, അതിനേക്കാൾ ആ മനുഷ്യനോട് റഹ്മത്തുള്ളവൻ ഞാനാണ്. വ അന അർഹമു ബിഹി മിൻക, നിങ്ങളെക്കാൾ കൂടുതൽ കാരുണ്യമുള്ളവൻ ഞാനാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ, വലാകിന്നഹു യദ്ഊനി, അയാളെ എന്നോട് ദ്വാരക്കുന്നുണ്ട്. വഖൽബുഹു ഇൻദ ഗൈരി, അയാളുടെ മനസ്സ് എൻ്റെ അടുത്തില്ല, അയാളെ ഖൽബ് എൻ്റെ അടുത്തില്ല. അയാൾ വേറെന്തോ മനസ്സിൽ കരുതിയിട്ട് ഇങ്ങനെ നാവ് കൊണ്ട് ദ്വാരക്കുന്നത് മാത്രമേ ഉള്ളൂ. അയാളെ മനസ്സ് എൻ്റെ അടുത്ത് വെച്ച് ദ്വാരന്നിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അയാളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ല മനുഷ്യ, നീ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്യണം. പെട്ടെന്ന് അയാള് ആ ഗഫലത്തിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചങ്ങ് ദുആ ചെയ്തു. ഫഅജാബ അല്ലാഹു തആല ദുആഹു, അയാളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തു. ദുആരക്കുന്ന സമയത്ത് മനസ്സ് റബ്ബിലേക്ക് തിരിക്കണം. പടച്ചനെ ഒരിക്കൽ തങ്ങൾ ഈ ദുആ നിപ്പിച്ചിനെങ്കിൽ മതിയാട്ടി എന്ന് മനസ്സിൽ കരുതാൻ പാടില്ല. ഉസ്താദ് ഒരിക്കൽ ദുആ നടത്തിനെങ്കിൽ മതിയാട്ടി എന്ന് നമ്മൾ മനസ്സിൽ കരുതാൻ പാടില്ല. ദുആരക്കുന്ന സമയത്ത് എന്റെ ദുആ റബ്ബ് കേൾക്കണം, എന്റെ ദുആ അല്ലാഹ് കേൾക്കണം, എനിക്ക് ഉത്തരം കിട്ടണം എന്ന പ്രതീക്ഷയിൽ മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ദുആ ചെയ്യുക. അവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ ദ്വാരക്കുന്ന സമയത്ത് കുറെ അദബുകളുണ്ട്. ആ അദബുകൾ നമ്മൾ പാലിക്കണം കേട്ടോ. വിഷമമുണ്ടാകുമ്പോ മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, ദുഃഖത്തിലും സന്തോഷത്തിലും ദ്വാരക്കണം. നല്ല ആഫിയത്തുള്ള കാലത്തും റബ്ബിനോട് ദ്വാരക്കണം. ആഫിയത്തില്ലാതാകുമ്പോ മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, ആഫിയത്തുള്ള കാലത്തും ദുആ ചെയ്യണം കേട്ടോ. ആ നിലക്ക് റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ദുആ അല്ലാഹു കേൾക്കും, എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കണം ദുആ. അല്ലാഹ് വേണമെങ്കിൽ ഉത്തരം ചെയ്യട്ടെ എന്ന് മനസ്സിൽ കരുതിയാ പോരാ.
എൻ്റെ ദുആ അല്ലാഹു കേൾക്കും, എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ റബ്ബിനോട് ദുആ ചെയ്യുക. ഓ മുഅ്മിനീങ്ങളെ, റബ്ബ് വലിയ റഹ്മാനാണ്, കാരുണ്യമുള്ളവനാണ്. അവൻ വലിയ റഹ്മാനാണ് കേട്ടോ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ നബിയേ തങ്ങൾ പറയൂ, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ. അല്ല വിളിക്കുകയാണ്, എത്ര സ്നേഹത്തിലാ വിളിക്കുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയൂ, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത, തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുതേ. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, സർവ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നവനാണ് കേട്ടോ. അവൻ ഗഫൂറാണ്, ഗഫാറാണ്, റഹ്മാനാണ്, റഹീമാണ്. ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുക. അവൻ പൊറുത്തു തരാൻ വേണ്ടി ഒരു മാസം അല്ലാഹു നമുക്ക് തന്നു, പരിശുദ്ധ റമദാൻ. അവ്വലുഹു റഹ്മ, ഔസതുഹു മഗ്ഫിറ, ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിന്റെ ആദ്യം കാരുണ്യമാണ്, അതിന്റെ നടുവിലത്തെ 10 മഗ്ഫിറത്ത് അല്ലാഹു പൊറുത്തു തരുന്ന 10ആണ്, അവസാനം നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന 10ആണ്. ഓ മുഅ്മിനീങ്ങളെ, മനസ്സ് റബ്ബിലേക്ക് തിരിച്ചോ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചോ. സൃഷ്ടാവായ റബ്ബിനോട് വെള്ളം തന്ന, വെളിച്ചം തന്ന, ഭക്ഷണം തന്ന, വായു തന്ന, വീട് തന്ന, വാഹനം തന്ന, ഭാര്യയെ തന്ന, മക്കളെ തന്ന, സർവ്വതും തന്ന രാജാവായ റബ്ബ് സുബ്ഹാനഹു തആല, ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുക. അൽഹംദുലില്ലാഹ്, മഹാനായ സയ്യിദ് നൂറു സാദാത്ത് ബായാർ തങ്ങൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവിടെ നിൽക്കുന്നവരെല്ലാം സദസ്സിലിരിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബാക്കിൽ നിൽക്കുന്നവരെല്ലാം മുന്നിലേക്ക് വന്നിരിക്കുക. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിൽ കയറിയിരിക്കുക. മഹാനായ നൂറു സാദാത്ത് ബയാർ തങ്ങൾ ഉസ്താദ് അവർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ അമ്മെമ്പള ജാറദഗുഡെ മഖാം റൂസിലേക്ക്, നമ്മുടെ സ്വലാത്ത് മജ്ലിസിലേക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനായ തങ്ങൾ ഉസ്താദ് അവർ എത്തിച്ചേർന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ന് കേരളത്തിലും കർണാടകയിലും വിദേശ നാടുകളിലെല്ലാം മഹാനായ തങ്ങൾ ഉസ്താദ് അവരുടെ ആയിരക്കണക്കിന് മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുത്ത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്കൊരു ആശ്രയമായി, ഒരു അഭിമാനമായി മഹാനായ തങ്ങൾ ഉസ്താദ് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബായാർ സ്വലാത്ത് അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾക്ക് വലിയ ഒരു ആശാകേന്ദ്രമായ മജ്ലിസാണ്. ഒരുപാട് രോഗികൾ, പ്രയാസം അനുഭവിക്കുന്നവർ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ സമീപത്തേക്ക് വന്ന് അവിടെ സാന്ത്വനം അവർക്ക് നൽകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മഹാനായ തങ്ങൾ ഉസ്താദ് അവർ നമ്മുടെ ഈ മജ്ലിസിലേക്ക് എത്തിച്ചേർന്നു. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് നമുക്ക് വലിയ അഥാണിയാണ്. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. ഈ മഹല്ലത്തിന്റെ ഖാദിയായ മഹാനായ വന്നരായ ഖുറത്തു സാദാത്ത് മഹാനായ ഖുറത്തു തങ്ങൾ അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മഹാനായ ബായാർ തങ്ങൾ ഉസ്താദ്, ഈ സാദാത്തുക്കളെല്ലാം നമ്മുടെ നേതൃത്വങ്ങളാണ്. അല്ലാഹു അവർക്ക് ഹിമ്മത്തും ആഫിയത്തും ആരോഗ്യവും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാനായ തങ്ങൾ ഉസ്താദ് അവർ സ്വലാത്തിനും ദുആക്കും നസീഹത്തിനും നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.